എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് എപ്പോഴും സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് ഞാൻ. മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയൊരു അസത്യം ഒരു പാവപ്പെട്ട മനുഷ്യനെതിരെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിർവശത്ത് ഒരു ജനപ്രതിനിധി, അതും ലോക്സഭാംഗമായ ജനപ്രതിനിധി നിൽക്കുമ്പോൾ സത്യാവസ്ഥ എന്താ എന്നുള്ള ഒരു ചെറിയ അന്വേഷണത്തിൻ്റെ ഉത്തരങ്ങളാണ് ഇനിയും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. തീർച്ചയായും ഇത് മുഴുവൻ കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. സ്നേഹത്തോടെ നിങ്ങളുടെ ഹഫീസ്. ഹാർവസ്റ്റ് ടിവിയുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയും ഇന്നുമായി വാർത്താമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ബന്ധുവിന്റെ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് പോയ MP കൊടിക്കുന്നിൽ സുരേഷിന് കല്ലേറേറ്റു. ഈ സംഭവത്തോട് അനുബന്ധിച്ച് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയും വന്നു. കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് നേരെ CPM ഗുണ്ട ആക്രമണം. തിരുവനന്തപുരം നന്തങ്കോടുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. പരിക്കേറ്റ MPയെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. നന്ദൻകോട്ടുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷ് MPയെ ഒരു സംഘം CPM ഗുണ്ടകൾ ആക്രമിച്ചത്. കുറച്ചു ദിവസങ്ങളായി സ്ഥലത്തെ ചില CPM പ്രവർത്തകർ സഹോദരിയെയും കുടുംബത്തെയും ശല്യം ചെയ്തിരുന്നു. ഇത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷിനെ ആക്രമിച്ചത്. ഒരു പ്രകോപനവും കൂടാതെയായിരുന്നു ആക്രമണം. കരിങ്കല്ലും കമ്പിവടിയും കൊണ്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തും നെഞ്ചിലും പരിക്കേറ്റു. CPMന് വേണ്ടി വാടകയ്ക്ക് ഗുണ്ടാപ്പണിയാണ് നടത്താൻ പോകുന്ന ഒരു അശോകൻ എന്ന് പറഞ്ഞ ആള് ഇന്ന് ഒരു 4 മണിയോടുകൂടി എന്റെ സഹോദരിയുടെ മകൾ താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ അശോകൻ എന്ന് പറയുന്ന ഈ CPMന്റെ വാടക ഗുണ്ട കഴിഞ്ഞ 2 വർഷക്കാലമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിയുടെ മകളെയും കുട്ടികളെയും നിരന്തരം പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഹസ്ബൻഡ് മസ്കറ്റിലാണ്. അപ്പോൾ ഇന്നലെയും എന്റെ സഹോദരിയുടെ മകളെയും കുഞ്ഞിനെയും പെൺമകളെയും ഈ വാടക ഗുണ്ട ആക്രമിക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അതെന്താണെന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് എന്നെ ആക്രമിച്ചത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് എന്നെ ആക്രമിച്ചത്. എനിക്ക് ഒരു ചുടുകട്ട വലിച്ചെറിഞ്ഞു, അതുപോലെ തന്നെ ചെടിച്ചട്ടി വലിച്ചെറിഞ്ഞു. രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമാണ് പ്രധാന പ്രശ്നം. 2 സ്റ്റിച്ചുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് പാസ്റ്റർ കൊച്ചാലയം അശോകൻ ആണെന്ന് മനസ്സിലായി. അദ്ദേഹം 21 വർഷമായി പാസ്റ്ററായി ശുശ്രൂഷിക്കുകയും ജയിലുകളിൽ കടന്നുപോയി തടവുകാരോട് സുവിശേഷം പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ അന്വേഷിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MPയും കുറച്ച് ആൾക്കാരും കൂടി വന്ന് വീട്ടിനകത്ത് കയറി വന്ന് എന്റെ ഭർത്താവിനെയും എന്നെ അടിക്കുകയും എന്റെ ബ്ലൗസെല്ലാം വലിച്ചു കീറി, സാരിയെല്ലാം കീറി ഞങ്ങളെ വെട്ടിക്കൊല്ലും, കൊന്ന് പീസാക്കി കളയുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഞങ്ങൾ വേണ്ട വിധം ഉപദ്രവിച്ച് എന്നിട്ട് പോലീസിനെ വിളിച്ച് വരുത്തിയിട്ട് അവിടുത്തെ സർക്കിള് എന്റെ ഭർത്താവിനെ ശരിക്കും ഈ MPയുടെ മുമ്പിലിട്ട് അടിക്കുകയും പിന്നെ എന്നിട്ട് ഞങ്ങൾ ആ പുള്ളിക്കാരനെ അടിച്ചു എന്നുള്ള പേരിൽ കള്ളക്കേസെടുത്ത് ഇപ്പം എന്റെ ഭർത്താവിനെ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. ഒരു നീതി ലഭിക്കണം ഞങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ഏകദേശം 4 മണിയോടുകൂടെയാണ് MP പാസ്റ്റർ കൊച്ചാലയം അശോകന്റെ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ പാസ്റ്ററെ മർദ്ദിച്ചു. ശേഷം അദ്ദേഹം വിളിച്ചു വരുത്തിയ പോലീസ് മർദ്ദിക്കുകയും അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയുമാണ് ചെയ്തത്. പോലീസും കണ്ടാൽ അറിയാവുന്ന ആൾക്കാരാണോ അടിച്ചത്? ആരാ അടിച്ചത്? ഗുണ്ട വന്നാണ് ആദ്യം അടിച്ചത്. ഏത് കളർ ഉടുപ്പായിരുന്നു ഇട്ടിരുന്നേ? വൈറ്റ്. വെള്ള? എല്ലാരും വെള്ളയായിരുന്നു ഇട്ടിരുന്നേ? പേരെന്തോണെന്ന് അറിയാമോ? ഇല്ല. കണ്ടാ അറിയാമോ? അവരെന്തൊക്കെ ചെയ്തു അപ്പാപ്പനെ? അപ്പാപ്പനെ അടിച്ച് ഏത് പാസ്റ്ററിനൊക്കെ ചോദിച്ച് ഏത് പാസ്റ്ററിനൊക്കെ വിളിച്ച അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടി തുടങ്ങിയത്. എന്തിനാ അടിച്ചെന്ന് അറിയാമോ? ഇല്ല.
ഇല്ല. പോലീസ് വന്നിട്ട് എന്ത് ചെയ്തു? പോലീസ് വന്ന് വെളിയിലിട്ടടിച്ചു. ഇവിടുത്തെ എല്ലാരും മാറിയിരിക്കുകയാണ്. മാവേലിക്കര MP എന്തിനാണ് ഇങ്ങ് തിരുവനന്തപുരത്ത് ഒരു വാടക വീട് ഒഴിപ്പിക്കുവാനായിട്ട് വന്നത്? ആ വീടിന്റെ ഉടമസ്ഥർക്കോ നാട്ടുകാർക്കോ പാസ്റ്റർ കൊച്ചാലയം അശോകനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. എല്ലാവരുമായിട്ട് അദ്ദേഹം വളരെ സൗഹൃദത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തെ വളരെ മാരകമായി പോലീസും MP-യും ആക്രമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ പാസ്റ്ററുടെ സംഭവം ഞാൻ നേരിൽ കണ്ടത്, കൊടിക്കുന്നിലിന്റെയും ഈ പ്രശ്നം നേരിൽ കണ്ടതാണ്, ദൃക്സാക്ഷിയാണ്. ഞാൻ ഇന്നലെ ഒരു 4 മണിയായപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വെള്ളയമ്പലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ബഹുമാന്യായ MP കൊടിക്കുന്നിൽ സുരേഷും അദ്ദേഹത്തിന്റെ കുറെ ഗുണ്ടകളുമായി ഈ പാസ്റ്റർ വീട്ടിനകത്ത് കയറി പാസ്റ്ററെ അടിക്കുകയും, ഞാൻ വന്ന സമയം ഈ കൊടിക്കുന്നിൽ സുരേഷും കൂട്ടാളികളും പാസ്റ്റർ കാമ്പൗണ്ടിനകത്ത് നിന്ന് ഒരു MP എന്ന നിലയിൽ അല്ല അദ്ദേഹം സംസാരിച്ചത്. വളരെ മോശമായ ഒരു ജനപ്രതിനിധിക്ക് അപമാനപരമായ രീതിയിലാണ് അദ്ദേഹം അവിടെ. 4:30 കഴിഞ്ഞൊരു 4:45 മണിയായപ്പോൾ MP-യും വേറെ 5-6 പേരും ഉണ്ട്. നല്ല സൈസുള്ള ഗുണ്ട ടൈപ്പിലുള്ള 5-6 പേര് വന്നു. ഇതിനകത്ത് കയറി അശോകൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അശോകനുമായിട്ട് സംസാരിച്ച് ചവിട്ടത്ത് ആദ്യം അടിച്ചു. പിന്നെ എല്ലാവരും കൂടെ അടിച്ചു, കുനി ഇടിച്ച് ശരിക്കും മർദ്ദിച്ച്. അപ്പം സഹിക്കാൻ വയ്യാതെ അശോകൻ പിന്നെ അവർ അടിച്ചിട്ട് ഓടി പറക്കുന്നു പോയി. അത്രയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ കൂടി അകത്ത് കയറി, ആ മുറിക്കകത്ത് വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് ചുണ്ട് പൊട്ടിയെന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ട് കാണിച്ച് എൻ്റെ ചുണ്ട് മുറിഞ്ഞ് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഹോസ്പിറ്റലത്തേക്ക് മാറ്റിയത്. ഇവിടെ നിന്ന് കയറി പോകുന്ന സമയത്ത് ഇവർ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല, ബ്ലീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. ആ പാസ്റ്റർ തിരിച്ച് അദ്ദേഹത്തിനോട് പറയുകയാണ്, സാർ ഒരു MP അല്ലേ, എന്നെ പോലുള്ള ഒരു പാവപ്പെട്ടവൻ ഇങ്ങനെ വന്ന് അടിക്കുന്നത് എന്തിനാണ്? സാറിന് ഞാൻ മുമ്പ് KPCC-യിൽ ഒരു പരാതി സാറിന് തന്നതാണ്. സാറ് എന്നെ അടിച്ചത് എന്തായാലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ഈ MP-യുടെ കൂടെയുള്ള ആള് ഇദ്ദേഹത്തിന്റെ തലയിൽ അടിക്കുകയാണ് ചെയ്തത്. ഈ പാസ്റ്റർ അങ്ങനെ ഉപദ്രവിക്കുന്ന ആളല്ല. അവര് ബൈബിളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വചനമാണ് അവര് ഭക്ഷണമായിട്ട് കഴിക്കണത്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ചണ്ട കൂടും വഴക്ക് കൂടും എന്നുള്ളതല്ലാതെ അടിപിടിക്കൊന്നും പോണവരല്ല. ഇതുവരെ ഇവിടെ വന്നിട്ട് അങ്ങനെ അടിപിടിക്കും പോയിട്ടുമില്ല. കഴുത്തിലൊരു ഓപ്പറേഷൻ നടന്നു, അതിന്റെ എല്ലാം കംപ്ലൈന്റ് ഉണ്ട്. ഒട്ടും വയ്യാത്തൊരാളാണ്. ഒരാളെ അടിക്കാൻ പോലും അത്ര ശക്തിയുള്ള ആളല്ല. അത്ര വയ്യാതെ ഇപ്പം തന്നെ ഈ കിഡ്നിക്കകത്ത് കല്ലിന്റെ പ്രശ്നത്തിൽ ഇപ്പം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിനകത്ത് ഇരുന്ന് ജോലിക്കൊന്നും അധികം ഇപ്പോൾ പോവാതെ വീട്ടിനകത്ത് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അടി എത്രയും അടിച്ചത്. MP-യും ഈ സർക്കിളും കൂടി വന്ന് ഞങ്ങളെ മുമ്പിലിട്ടാണ് ആ സർക്കിൾ എൻ്റെ ഭർത്താവിന് ഇത്രയും അടി അടിച്ചത്. അത് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ബോധം കിട്ടി വീട്ടിനകത്ത് കിടന്നപ്പോഴാണ് പോലീസുകാർ വന്ന് വീട് വാതിൽ ചവിട്ടി തുറന്നാണ് എന്നെ വന്ന് പിടിച്ചോണ്ട് പോയത്. കൊടിക്കുന്നിൽ എന്തിന് വീട്ടിൽ പോയി?
ഒരു MP എന്ന നിലയിൽ അദ്ദേഹം വീട്ടിൽ പോകാൻ ആരാണ് അധികാരം കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ പോലീസിന് തിരിച്ചൊരു മറുപടിയില്ല. അങ്ങനെ 4:30 മണിക്ക് പിടിച്ചുകൊണ്ടുപോയ ഇതിന് 10 മണി വരെ അവിടെ ഉപരോധം നടത്തിയതിനു ശേഷമാണ് അവസാനം ഒരു തീരുമാനത്തിലെത്തുകയത്. ആ തീരുമാനം അവർ ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർക്കെതിരെയും അതേപോലെ തന്നെ കൊടിക്കുന്നിലിനെതിരെയും കേസെടുക്കാം, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിടാം എന്നൊരു ഒത്തുതീർപ്പിലാണ്. ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നീതി കിട്ടും. ഞങ്ങൾ സത്യസന്ധമായാണ് ഞങ്ങൾ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഞങ്ങൾ കൈവിടൂല, ഞങ്ങൾക്കറിയാം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അവിടെ എന്റെ ഭർത്താവിനെ കള്ളക്കേസിലാണ് കുടുക്കി ഈ റിമാൻഡിലാക്കിയിരിക്കുന്നത്. അതിന് ജാമ്യം കൊടുക്കണം, ജാമ്യം കൊടുത്ത് കൊണ്ടുപോയിരിക്കണം. ഇതിന്റെ സത്യസന്ധതയും വെളിപ്പെടുത്തണം. MP കൊടിക്കുന്നിൽ സുരേഷിനോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഇദ്ദേഹം എന്തു കുറ്റമാണ് ചെയ്തത്? സുവിശേഷ വേല ചെയ്യുന്ന ഈ പാസ്റ്റർ അദ്ദേഹത്തിന് മാനുഷിക പരിഗണന നൽകിക്കൂടായോ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു MP ചെയ്യുന്നത് വളരെ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിലാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ശേഷാറി അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല, ഒരു വ്യക്തി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അത് ദോഷമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം. ഈ പാസ്റ്റർ നിരപരാധിയാണ്. അതോടൊപ്പം തന്നെ MP അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെയ്ത ഈ തെറ്റ് അദ്ദേഹം തിരുത്തണം എന്നാണ് എനിക്ക് പറയാൻ. ഇന്ന് പാസ്റ്റർ കൊച്ചാലയം അശോകനാണെങ്കിൽ നാളെ ഇത് ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ ആകാം. ഈ സമയത്ത് ദൈവസഭ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, സഭാപ്രവർത്തകർക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ ജനപ്രതിനിധികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. MP കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ളവർക്ക് നല്ല ബുദ്ധി ദൈവം നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.